ഹായ് ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഡേ മൈ ലൈഫാണ്. കൂടുതൽ വിധത്തിന് നേരെ വിടും. നമുക്ക് നമ്മുടെ കല്യാണിനെ വിളിക്കാം. കിടന്നുറങ്ങാണ് ചുള്ളത്തി. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് തുടങ്ങല്ലേ വീഡിയോ? ഇപ്പൊ പറഞ്ഞേ. ഹായ് ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡേ മൈ ലൈഫാണ്. നമുക്ക് പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. വാ. ഇങ്ങനെ ഞാൻ കുളിക്കാൻ പോവാണ്. എണ്ണ തച്ചിട്ടുണ്ട്. ഇതൊന്ന് അരമണിക്കൂർ ഒന്ന് തലയിൽ പിടിക്കണം. അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് മേപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാ. ഇന്നത്തെ സ്പെഷ്യലാണ് നൂലപ്പം. എൻ്റെ ഫേവററ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ നൂലപ്പവും നാളികേരപ്പാലും ആണ്. ഞാനിത് കഴിക്കാൻ പോവാണ്. ബാബാ കഴിക്കാം. ഹായ് ഗൈസ്, എൻ്റെ കൊള്ളിയും ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ അമ്മേനെ സഹായിക്കാൻ പോവാണ്. അപ്പോൾ കൊപ്പർ ഉണക്കാൻ പോവാണ്. കൊപ്പർ ഉണക്കണ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുക്കാം, അതിൽ നോക്കിയാൽ മതി. പോവല്ലേ? ിരിക്കുന്നുണ്ട്. കോഴി മുട്ടയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പോവാ. കോഴി കൊത്താൻ തുടങ്ങിയിട്ട് ചെറുതൊന്നും പിടിച്ചാ. കോഴി കൊത്താൻ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടിയാലേ അച്ഛൻ്റെ വിരിക്കൽ നഷ്ടപ്പെടും. നമുക്ക് കോഴികൾക്ക് തീറ്റ കൊടുത്തിട്ടില്ല നോക്കിയാ. കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തേക്ക് വരാനൊന്നും പറ്റില്ല. അവിടെ നെറ്റ് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കോഴികൾക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട്. അത് അതിന് കുറച്ചുള്ള എൻ്റെ അമ്മ അവിടേക്ക് പോയിരിക്കുകയാണ്. ഇവരത് കഷ്ടങ്ങൾ ഉണക്കാണ്. അവരുടെ അമ്മ അവിടേക്ക് പോയിരിക്കുകയാണ്. വേറെ കോഴിയുടെ അടുത്ത് തല്ലൂടാൻ പോയിരിക്കുകയാണ്. തല്ലൂട്ടൊക്കെ കഴിഞ്ഞ് ആ കോഴി പോയിട്ട് ആ കോഴിയും പോയി. ഇനി കുറച്ച് കഴിയുമ്പോ ഇവരുടെ അടുത്തേക്ക് വരും. അങ്ങനെയാ. വെയില് നല്ലോണം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്ക് പോവാം. നമ്മൾ നെറ്റ് വയ്ക്കാൻ മാറുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ ഇവിടെ ഇവിടെ പുത്തൻ വെയിലായിരുന്നു. ഇന്നലെ നല്ല വെയിലായിരുന്നു. മഴ പോയപ്പോഴൊക്കെ അപ്പൊ തന്നെ ഞാൻ എടുത്തുകൊണ്ട് പോയി. ഇപ്പൊ നെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇത് ചൂടൊന്നും തന്നെ പിടിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ചൂട് പിടിക്കാത്ത ഒരു സ്ഥലത്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സ്ഥലം കാണാം. പോവാ. ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മള് മുട്ട ഇവിടെ വെച്ചിട്ടുണ്ട്. നീക്കി വെക്കണം. അവിടെ ട്രേ അടുത്തേക്ക് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കൈ എത്തിയില്ല. അതുകൊണ്ട് ഞാൻ ട്രേ അടുത്ത് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടുത്തെ സ്ഥലം കഴിഞ്ഞാലും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടേക്ക് ഇതുണ്ട്. ഇനി
നമുക്ക് മഞ്ഞൾ ഉണക്കാൻ പോവാം. നല്ല പുത്തൻ വെയിലാണ്. ഇതാണ് മഞ്ഞളാണ്. മതിൽ പണിയുമ്പോ അമ്മ അവിടെ നിന്ന് കൊത്തി പൊളിച്ച് എല്ലാം എടുത്തതാണ്. ഇപ്പൊ നമുക്കിത് ഉണക്കാൻ കൊണ്ടുപോകാൻ ഭയങ്കര ഉണ്ട്. അതിന് ചാക്ക് വേണം. ചാക്ക് താച്ചാ. അപ്പൊ നമ്മൾ കറമ്പിക്കോയി അവിടെ നിൽക്കുന്നുണ്ട്. അവളുടെ ചെക്കൻ്റെ ഇപ്പൊ അവള് അവിടെ നിക്കാണ്. അവള് ഇന്ന് മുട്ടയിടാൻ വന്നിട്ടില്ല. വേറെ സ്ഥലത്തായിരുന്നു ഇപ്പൊ അവള് മുട്ടയിടണം. ഇപ്പൊ അവള് സെറ്റിമയായി മുട്ടയിടലൊക്കെ. അല്ലെങ്കിൽ അവള് അവളുടെ കൂട്ടിലാണ് മുട്ടയിടുക. അല്ലെങ്കിൽ അവള് സെറ്റിമാണ് ഇപ്പൊ മുട്ടയിടുന്നത്. 2 ദിവസമായിട്ട് അവള് സെറ്റിമയാണ് മുട്ടയിടുന്നത്. ഇന്ന് വന്നിട്ടില്ല. നമുക്ക് വരാൻ പറയാം. ഇത് സെറ്റിമ മുട്ടയിടാൻ വന്നോളാട്ടാ. അവിടെ ഒരു മകൻ വന്നിട്ടുണ്ട്. നമുക്കത് കുടി. നല്ലതാ. അപ്പൊ ഞാൻ തിന്നാണ്. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഡൈമ ലൈഫ് ചെയ്യണം കരുണ്ടാണ് ചെയ്യുന്ന. ലൈക്ക് ചെയ്തോണം. അയ്യോ എൻ്റെ താറാവ് കുഞ്ഞുങ്ങളെ മാറ്റാറായി. അപ്പൊ നമുക്ക് മാറ്റാം. വൃത്തികേടാക്കാൻ അന്ന് ഒരു വണിക്കപ്പോ ചെറുതായിരുന്നു. ഇപ്പൊ ഒരു വലുതായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾ കണ്ടോളോ. ലൈക്ക് ചെയ്തോളോ. നമുക്ക് താറാ കുഞ്ഞുങ്ങളെ പിടിക്കാം. പതുക്കെ പിടിക്കണം. കല്ലുണിക്ക് കിടക്കി അമ്മച്ചേന്റെ കയ്യിട്ടുന്നില്ല. അപ്പൊ അച്ഛനാണ് ഇപ്പൊ ഇടുന്ന. എനിക്ക് ഇടാൻ പറ്റാത്ത ഒരു പിടിച്ചാ പിടിച്ചു. അയ്യോ ബൾബ് ഒരെണ്ണം. നല്ല വെളിച്ചുണ്ട് അല്ലേ? നല്ല വെളിച്ചുണ്ട്. ദൂരെയാണ്. 2 കഴിഞ്ഞുള്ള കൂട്ട് മാറ്റാം. നമ്മള് ഞാൻ പെട്ടി കൊടുത്തോണ്ട് പോവാണ്. പതുക്കെ പോണം. വീഴും. പതുക്കെ പോണം. പെട്ടെന്ന് പോണെങ്കിൽ അതിൽ മണ്ണുണ്ട്. ഇവിടെ ആവും. ഇവിടെ ഓടിയിരിക്കട്ടെ. പിടിച്ചോ പാലിട്ടോ. ഇതില് ഈ കളിയില്ല അല്ലേ? ഈ കളിയില്ല. അമ്മേ ഇത് തുറന്നു. അമ്മേ ഇപ്പഴത്തെ കറമ്പിക്കോഴിയുടെയാണ്. മറ്റേ ഞാൻ നേരത്തെ കാട്ടി തന്നെ. ഇത് അടച്ചു വെക്കണം. അല്ലെങ്കിൽ അതൊക്കെ ചാടാൻ പറ്റും. അമ്മേ പേടിയുണ്ട് കേട്ടോ. ഇവൻ ഭയങ്കര വലുതാ. ഇവൻ വലുതാട്ടോ. എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അവരുടെ കാലൊന്നും ഉള്ളിക്ക് പോണ്ട്. നമുക്കതൊക്കെ ശരിയാക്കി വെക്കാം. ഒരു വലുതായിട്ടുണ്ട് തിരി. ഇവനൊക്കെ ഇവനിടാ. ഈ പഞ്ചെണ്ണുണ്ട്. ഇതടയ്ക്കാൻ പോവാണ്. അവർക്ക് വിശക്കുന്നുണ്ടാവില്ല നമ്മളുടെ പോലെ. അപ്പൊ നമ്മൾ അവർക്ക് തീറ്റ വെച്ച് കൊടുക്കാൻ പോവാണ്. ഞാൻ തട്ടി കൊടുത്തിട്ട് വേണം വെച്ചിട്ട്. അയ്യോ ഇത് വെച്ചിട്ടാണ് കുഞ്ഞി കുട്ടിമാരാണ്. അവരെപ്പോഴും ഒരുമിച്ച് നിൽക്കുള്ളൂ. ആ കുട്ടിയിലൊക്കെ അവർ ഒരുമിച്ചായിരുന്നു നിൽക്കുന്ന. ഞാൻ അവിടെയും കൂടി വൃത്തിയാക്കണം. ഇപ്പൊ ഇന്ന് വൃത്തിയാക്കും. പിടിച്ച നമുക്ക് വെടി പോവാം. വെള്ളം വെക്കാം. വെള്ളത്തിൽ പിടിച്ചോണ്ട് വരാം. നേരത്തെ കടി കുഞ്ഞിക്കോഴിയുടെ ഇതാണ് കുഞ്ഞിക്കോഴിയുടെ. അത് നമ്മളുടെ എന്റെ താറാവ് കുഞ്ഞുങ്ങൾ സ്വന്തം. അയ്യോ വെള്ളം പോകാത്ത ഭയം.
ഹായ് ഗായ്സ്, അപ്പം നമ്മൾ അവരെ കൂട്ടിയിട്ടിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്കൊരു സാധനം ഉണ്ടാക്കി കാട്ടിത്തരാം. ഷാളോണ്ട് സൂത്രം കാട്ടിത്തരാം. അപ്പം നമ്മളിത് തലയിലിടണം. അയ്യോ, കഴിഞ്ഞു പോകണം. തലയിൽ നമ്മളിത് ദൂരെ നിന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കണം. ഇവിടെ നിന്ന് എടുക്കണം. എടുത്ത ശേഷം ഇങ്ങനെ ഇവിടെ കെട്ട് ഇടണം. നമ്മൾ തലയുടെ ഉള്ളിൽ കൂടെ കിടത്തണം. നമ്മൾ ഇതിങ്ങനെ അയച്ചാൽ ഇതൊരു കോട്ടായി. ഇതിങ്ങനെ കോട്ടായി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. 4 മണി പൽകാരം അല്ല, ഇന്നത്തെ 4 മണി സ്പെഷ്യൽ എന്തിട്ടാണ് അറിയോ? അട. അപ്പം അമ്മ ഇവിടെ അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളികേരം ഇത് വേറെ ദോശയിട്ടാണ്. മതിയാ? ഒതുക്കിട്ട് കൊടുക്കും അറിയാണ്ട് നെറ്റ് നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അടുത്ത് പരത്തി കൊടുക്കണം. ഇഷ്ടം ചിലപ്പോ അമ്മനെ സഹായിച്ചു കൊടുക്കും. ചിലപ്പോ കുറുമ്പാട്ടുമ്പോ അമ്മനെ തരുക. അടച്ചുവിടാൻ പോവാണ്. 2 അട ആദ്യം ചുട്ടിട്ട് നാളെ 5 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം വേകുമ്പോ ഇപ്പത്തെ വീഴുമ്പോ അപ്പുറത്തേക്ക് മറച്ചിടും. ഇപ്പത്തെ വീഴുമ്പോ അങ്ങോട്ട് മറച്ചിടും. എനിക്ക് മാമലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അയ്യോ, ഒപ്പം ഞാൻ അത് വെക്കരുത്. ഇരുന്നാനേ ഒരു മുട്ട പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കണം മുട്ടകൾ. ഈ സബോളൊന്നും ഇടുന്നത് ഇഷ്ടമില്ല. എനിക്ക് ഇങ്ങനത്തെ ഓംപ്ലേറ്റ് ആണ് ഇഷ്ടം. ഞാൻ പോയി കഴിക്കാൻ പോവാ. നമ്മളുടെ ചോറ് വന്ന് നമുക്ക് കഴിക്കാം. ചോറ് കളിച്ച് എനിക്ക് ഉറക്കം വന്നപ്പോ ഞാൻ ഉറങ്ങി. വേലൊക്കെ അറിയിട്ടുണ്ട്. നമ്മളുടെ പപ്പറ പറക്കാം. നമ്മള് നാളികേരം മഞ്ഞളും പറയും. ഈ കോഴി മുട്ടിട്ടുണ്ടോന്ന് നോക്കാം. മുട്ടിട്ടില്ല. വാ 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 വാ. നോച്ചാ
മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആകാശം നോക്കിയ നമ്മളുടെ കോഴി അച്ഛൻ അവർക്കൊരു പണി കൊടുത്തിരിക്കുകയാണ്. എന്നുവെച്ചാ അച്ഛൻ തീറ്റ കഷ്ടത്തിൽ കിട്ടുകൊടുത്തിട്ട് കോഴികള് അത് ഉണക്കും. പണി അച്ഛൻ കൊടുത്തിരിക്കുകയാണ്. ഇത് സെൽഫിയല്ലേ? നമ്മൾ താരത്തിന് കിട്ടിയ ഒരു വലുതായി അമ്മ അറിഞ്ഞ ഒരു വലുതായത്. ചായ കുടിക്കുന്നത് ഇത്തിരി നല്ലതാ. പണിയൊക്കെ കഴിഞ്ഞ് ഒരു ചായ കുടിക്കുന്നത് നല്ലതാ. പാർത്തിക്കാൻ ഉണ്ണുമുളക്കണില്ലാത്ത കൊണ്ട് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ സൈക്കിള് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ മഴ പെയ്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ മീനുകളൊക്കെ ആയിട്ട് നല്ല ചീഞ്ഞിട്ട് ഇവിടെ വെള്ളം ചീഞ്ഞു. ഇനി നമുക്ക് സൈക്കിൾ വെച്ച് കടത്തിട്ട് പോവാം. ക്ഷേത്രമാണ്. ഇവിടെ പാടൊക്കെ ഉണ്ട്. ഇവിടെ നിറച്ച് പുല്ലായിരുന്നു. ഞങ്ങൾക്ക് പശുവൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവരുടെ തീറ്റിക്കാൻ വരുമ്പോൾ എനിക്ക് അപ്പോഴൊക്കെ സൈക്കിളുണ്ട്. കാരണം എനിക്ക് ഇവിടെ സൈക്കിൾ ചൂട്ടാനൊക്കെ പറ്റിയെന്ന് കൊറോണ ഇരുന്നില്ല. അപ്പോഴൊക്കെ അച്ഛന അവളെ കൊടുത്തു. നന്ദു എന്നാണ് അവളുടെ പേര്. അവളെ കൊടുത്തു. അമ്മ പറഞ്ഞിട്ട് കൊടുത്തു അവളെ. ഉണ്ണിമോള് മക്കളില്ലാത്ത കാര്യമുണ്ട്. എനിക്ക് കളിക്കാൻ പറ്റാത്ത കാര്യമുണ്ട്. ഞാൻ പാടത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ പശുക്കളൊക്കെ ഉണ്ട്. പശുക്കളുടെ അടുത്തൊന്ന് ഞാൻ നീങ്ങിയിട്ട് ഞാനിവിടെ സൈക്കിൾ ചവിട്ടി കളിക്കും. അപ്പം ഞാൻ സൈക്കിൾ ചവിട്ടാൻ പോവാണ്. മാസ്ക് വയ്ക്കാം. സൈക്കിൾ ഫുട്ബോളൊക്കെ കളിച്ചേനെ. അപ്പം അവരൊന്നുമില്ല. കൊറോണ കാര്യമുണ്ട്. അപ്പം എനിക്കിവിടെ ഞാനിവിടെ നിന്ന് ചവിട്ടി നടക്കും. അവിടെ നേരൊക്കെ ചവിട്ടാറുണ്ട്. അക്കുണൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ റേസൊക്കെ നടത്തിയിട്ട് അക്കുണനും സൈക്കിളിൽ ഞങ്ങൾ റേസൊക്കെ നടത്തി. അക്കുണാണ് എപ്പോഴും ജയിക്കുക. അവൻ അച്ഛൻ ജിമ്മിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നെ ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് അവനാണ് ജയിക്കുക. അപ്പോൾ ഞാൻ എന്നിട്ട് കള്ളത്തരം കാട്ടും. എന്നിട്ട് അവൻ കള്ളത്തരം കാട്ടുമ്പോൾ ഞാനും കള്ളത്തരം കാട്ടും. തീവണ്ടി വരുന്നുണ്ട്. ഞാൻ എപ്പോഴും വരുന്ന കാച്ചോടെ കാട്ടും.
മാം അടുത്ത് ചോദിച്ചു. മാമിനാണ് ഒരു ദിവസം പുത്തൂരുണ്ടായപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ മാമയുടെ അടുത്ത് അവൻ ചോദിച്ചു എന്തിനാ തീവണ്ടികൾക്ക് താഴ്ച കൊടുക്കണേന്ന്. നമ്മളുടെ ആൾക്കാരും എല്ലാത്തിലുണ്ടെങ്കിലാണ് നമ്മൾ താഴ്ച കൊടുക്കുന്നത്. ദീപം 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 നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ. മഴ പെയ്യണപ്പോ ഞാൻ ചോറുണ്ണാണ്. അമ്മ എനിക്ക് ചോറ് വരത്തരുന്ന അമ്മ ഇവിടെ ഉണ്ട്. എന്താ കഴിക്കണേ? ചപ്പാത്തിയും ചായയാണ്. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു 7 മണി സ്കൂളിൽ പോണ സമയത്തൊക്കെ നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കും. ചോറ് കൊടുത്തിട്ട് ഒരു 7:30 ആകുമ്പോഴേക്കും ഉറങ്ങുമായിരുന്നു. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങും. കാരണം അവർക്ക് 8 മണിക്ക് സ്കൂൾ ബസ് വരും. അപ്പോൾ ഒരു 6:30 ആകുമ്പോൾ എണീന്നേക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് നേരത്തെ കിടത്തി ഉറക്കുക. 7 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമുള്ള കാരണം കൊണ്ട് ഇവർക്ക് വിശന്നാലും വിശന്നില്ലെങ്കിലും 7 മണിക്ക് ചോറ് കിട്ടണം എന്നുള്ളതൊരു നിർബന്ധമാണ് ഇപ്പോൾ. അപ്പോൾ 3 ആളുള്ളപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ 2 ഇവിടെ ഇല്ല. ഉണ്ണിമോളും മക്കളും ഇവിടെ ഇല്ല. കല്യാണി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ചെറുതൊരു ബോറടിയും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്. അപ്പോൾ ആൾ 7 മണിക്കായപ്പോൾ സാമ്പാറൊക്കെ കൂട്ടി ചോറൊക്കെ തിന്നു. ഇപ്പോൾ സമയം ഒരു 9:30 ഒക്കെ ആയി. അപ്പോൾ ചേട്ടനൊക്കെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ചേട്ടനൊക്കെ വൈകിട്ട് ചപ്പാത്തിയാണ് കഴിക്കുക. അപ്പോൾ കല്യാണി ചപ്പാത്തി ചായയൊക്കെ ഒഴിച്ചിട്ട് ഇതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രസമുണ്ടോ? കല്യാണി ഇവിടെ ABCD എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമൊക്കെ കല്യാണി എഴുതും കേട്ടോ. കുറച്ച് സമയം മാത്രമേ എഴുതുള്ളൂ. അധികം നേരം തന്നെ എഴുതില്ല. ഇപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ എഴുത്തും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കല്യാണി ABCD ഒക്കെ മറന്നു തുടങ്ങി. തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വട്ടം എഴുതി പിടിക്കേണ്ടത്. എഴുതുണ്ടോ നോക്കാം നമുക്ക്. നോക്കട്ടെ ഞാൻ. കണ്ടോ കണ്ടോ ഇതാണ് കല്യാണിയുടെ എഴുത്ത്. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററാണ് എന്ന് എഴുതിയത്. ഇത് ക്യാപിറ്റൽ ലെറ്റർ, ഇത് സ്മോൾ ലെറ്റർ. കിട്ടില്ലേ ഇതൊക്കെ? ഇതെന്തിനീ? അല്ലാതെ ഇത് ശരിയല്ലേ? D എഴുതിയത് തെറ്റാ. D B എഴുതിയതൊക്കെ തെറ്റാ. B ഇങ്ങനെയല്ലേ എഴുതാ? B ഇപ്പുറത്തേക്ക് ഏതാ? സോറി, മാച്ച് ശരിക്കേത്. അങ്ങനെ 5 വട്ടം എഴുതട്ടെ. 5 വട്ടം ഞാൻ ഇങ്ങനെ എഴുതണം. എനിക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കാണുന്നവർക്കെല്ലാവർക്കും ബൈ. ഇന്നത്തെ ഒരു ദിവസമൊക്കെ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്.